തമാശ പറയുന്ന ഒരുവിധം എല്ലാരും അമ്പിളിച്ചേട്ടനൊക്കെ സീരിയസ് ആയിട്ടുള്ള തമാശ സീരിയസ് ആയിട്ട് തമാശ പറയുള്ളൂ അമ്പിളിച്ചേട്ടൻ. അമ്പിളിച്ചേട്ടന്റെ വായിന്ന് പറഞ്ഞ തമാശ അമ്മാതിരി തമാശ. ചിലര് ഒരുപാട് ചിരിച്ചിട്ട് തമാശകൾ പറയുന്ന ആളുണ്ട്. ഇപ്പൊ ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് ചിരിക്കും ശ്രീനിവാസൻ തമാശ പറയുന്ന സമയത്ത്. ആ ശ്രീനിയുടെ ആ ചിരി കാണാനും ഭയങ്കര രസമാണ്. ചിലർ ഭയങ്കര ചിരിച്ചിട്ടാണ് അത് പറയാം. അത് അങ്ങനെയുണ്ട്. ഞാനത് തമാശ പറയാൻ വേണ്ടി പറഞ്ഞതുമല്ല, തമാശയല്ല, അത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ ജയചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു രണ്ട് ദിവസം എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ശ്രീകാന്ത് കോട്ടക്കൽ എന്ന് പറഞ്ഞ പത്രപ്രവർത്തനുണ്ട്. ശ്രീകാന്തിന്റെ തുടക്കകാലത്ത് മാതൃഭൂമിയിൽ ജോലി കിട്ടിയിട്ട് ആദ്യം കൊടുത്ത അസൈൻമെന്റ് വീക്കെൻഡ് ഇന്റർവ്യൂ എടുക്കാനാണ്. വേഗം ഇയാള് തിരുവില്ലാമല വേറെ പോയി ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കയറി തിരുവില്ലാമല ചെന്ന് ഓട്ടോറിക്ഷ കയറി വീക്കെൻഡ് വീട്ടിൽ ചെന്നു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞില്ല പോയിക്കാം, ഞാൻ കുറച്ച് സമയം എടുക്കും. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചെന്ന് വീക്കെൻഡ് അവിടെ നിൽപ്പുണ്ട്. അപ്പം മാതൃഭൂമിന്നാ പറഞ്ഞപ്പോൾ തന്നെ വീക്കെൻഡ് ഓട്ടോറിക്ഷക്കാരൻ അതറിയാം, അങ്ങനെ ഒന്നും ഇന്റർവ്യൂ കിട്ടില്ല എന്നറിയാം. അപ്പം അന്നാണ് ശ്രീകാന്തിന് മനസ്സിലാണ് വീക്കെൻഡ് ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടൊരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, അങ്ങ് ജനറൽ ചാത്തൻസ് എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും നാട്ടിൻപുറത്തെ ചില കഥാപാത്രങ്ങളും തമ്മിൽ, നാട്ടിൻപുറത്തെ അമ്മിണിയമ്മയും അവിടുത്തെ നാണുവരെയും തമ്മിലും ബന്ധപ്പെടുത്തും. അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊരു കഥ എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും, അത് എന്താണ് അങ്ങനെ ഒരു വൈരുദ്ധ്യം ചെയ്യുന്നതെന്ന് വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിച്ചാൽ, ഇങ്ങനൊരു വൈരുദ്ധ്യം കാണിക്കുന്നത് എന്താണ് ഒരു നാട്ടിൻപുറത്തുകാരനെയും വല്ലോ ഇത് അതെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വീക്കെൻഡ് എണീറ്റിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇന്റർവ്യൂ തീർന്നു. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തമാശകളായിട്ട് ഞാൻ ഒരുപാട് ചിരിക്കുന്ന തമാശകൾ ഇതൊക്കെയാണ്. ശ്രീനിവാസൻ ഒരു പടത്തിൽ ഒരാളെ പിടിച്ചുകൊണ്ട് ചോദിക്കും, ഞാൻ മാധവൻ നായരുടെ മകനാണല്ലേ? അപ്പൊ അവൻ, അല്ല, മാധവൻ നായർ എൻ്റെ അച്ഛൻ, ഉറപ്പാണോ? ഇതാണ് ഹ്യൂമർ. ഒരു വടക്ക് നോക്കിയതല്ലേ, ചായ വേണോ സാർ? വേണ്ടി വന്നേക്കും. ഇവിടെ നല്ല കാറ്റുണ്ട്, അത്രയും കാറ്റ്. കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടൻ ഒരു ഇതില് ഒരു പോലീസുകാരായിട്ട് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഡയലോഗ് ഇല്ല. കുറെ ആൾക്കാർ ഡ്രൈവേഴ്സ് അങ്ങനെ നിൽക്കുകയാണ്. സ്റ്റേഷനിലേക്ക് കയറിപ്പം പൊരുത്തനെ പോണ പോകനെ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് സിനിമയിലെ അമ്പിളിച്ചേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പുള്ളി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലല്ലോ, പുള്ളിക്ക് മൊബൈലില്ല. അപ്പൊ വേറൊരു പയ്യനിങ്ങനെ മൊബൈൽ ഫോൺ എടുത്തിട്ട് വിളിച്ച് നോക്കുന്നു. അപ്പൊ അമ്പിളിച്ചേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി അനിയാ? പുതുമുഖാണ്, എന്നിട്ടേ ഉള്ളൂ. ഇപ്പം പറഞ്ഞു, ഇവിടെ റേഞ്ച് ഇല്ല ചേട്ടാ. ആ, ഇതാ കുഴപ്പം, അഭിനയിക്കാന്നും പറഞ്ഞ് വരും, റേഞ്ച് ഒട്ട് കാണുകയില്ല. അഭിനയത്തിന്റെ റേഞ്ചാണ് അങ്ങനെ. നല്ല സ്പോണ്ടേനിറ്റി ഉള്ള ആളാണ് അമ്പിളിച്ചേട്ടനൊക്കെ. ഇപ്പൊ ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ തന്നെ ഈ 1:1, അതായത് സ്കോർ ബോർഡ് വെച്ചിട്ട് ഈ CID മൂസത്തെ സീൻസിനെ ആളുകൾ ആനിമേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് പട്ടിയെവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ, അപ്പൊ ദിലീപേട്ടന് 1 കിട്ടി. അതല്ല, കുരയ്ക്കുന്ന പട്ടിയെവിടെ എൻ്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കല്ല, അപ്പൊ ദിലീപേട്ടൻ പിന്നെ 2 സ്കോർ ചെയ്തു. അർജുനൻ എവിടെ, അത് കൃഷ്ണനോട് ചോദിക്കണം. അങ്ങനെ 4-0 കളി അവസാനിച്ചു. അങ്ങനത്തെ ഷോർട്സ് വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഇങ്ങനെ സ്കോർ ബോർഡ് പോലെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് CID മുതൽ സീൻസ് ഡിസൈൻ ചെയ്തിരുന്നത്. ഒരുപാട് കൗണ്ടറുകൾ നമ്മൾ സ്ക്രിപ്റ്റിൽ മാറ്റം ഉണ്ടായിരുന്നതുകൊണ്ടും കൗണ്ടറുകൾ കൂടി ഒരുപാട്. ഇപ്പം ദിലീപിൻ്റെ ഒക്കെ കൊണ്ട് എന്നാ പട്ടയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഓർഡറുമായിട്ട് വരുന്നതോടെ ഉടനെ അപ്പം തോന്നിയതാ, ദിലീപ് മേടിച്ചിട്ട് ഓർഡറാ, അമൃതച്ചേട്ടൻ ഓടാൻ പോകും. ആ ഓർഡറാ, അതൊക്കെ അപ്പം ഉണ്ടായതാ. അങ്ങനെ ഒരുപാട്. ഇപ്പം പിന്നെ മെനു, ആ മെനു വായിക്കുന്നത് ഓരോ അല്ല പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ. ഇപ്പം സ്പോട്ടിൽ ദിലീപ് ഇംപ്രവൈസ് ചെയ്തതാണ്. അതായത് കല്ല് ട്രൂവിനിടെ വീണു, എറിയും. അപ്പോഴാണ് ഇത് വീഴുന്ന ഒരു തല മുട്ടടിച്ചാൽ കിട്ടും. ആ ശങ്കരേട്ടൻ ഡബിങ് ആർട്ടിസ്റ്റ് എന്നെ കാണാൻ വന്നതാ. ചേട്ടാ കഷന്റെ ആണല്ലോ, അതെ ചേട്ടാ മുട്ടയടിക്കുവാണ് പുള്ളി. പിന്നെന്താ മോനെ തല വേള വെട്ടാവും. മുട്ടയടിക്കുന്ന പുള്ളിക്കേട്ട തല എടുത്തിട്ട് തലപ്പട്ടടിക്കുമ്പോൾ കല്ലുമട പേര് കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ അപ്പം പൊലിച്ച് വരുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം, ഇത് ഹീറോയ്ക്കും ആർട്ടിസ്റ്റുകൾക്ക് സജസ്റ്റ് ചെയ്യാം, ഇതപ്പം നമ്മൾ ചെയ്യണം, ഇത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സീൻ ഷിഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിരിക്കും.
പിന്നെ ശങ്കരേട്ടനെ മുട്ടയടിപ്പിക്കണം, അവിടെ ഇരുത്തണം. അതുപോലെ കൊച്ചി രാജാവില് എറിയുമ്പോ തലയിൽ ആ വീഴും. കൊച്ചി രാജാവില് ദിലീപിനെ എടുത്തുകൊണ്ട് പോകുമ്പോ ഈ സ്ട്രെച്ചറിന്റെ ഇത് കംപ്ലീറ്റ് താഴോട്ട് വീണിട്ട് ആ. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ താഴോട്ട് വീണാലോ എന്ന്. ആ. അങ്ങനെ വിത്തൗട്ട് ബ്രേക്ക് 2:30 മണിയായേ. ഇത് മുറിക്കണം ഈ സാധനം. സ്ട്രെച്ചർ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങോട്ട് കളയാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ കൊല്ലനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ 5:30 ആയത് കഴിഞ്ഞപ്പോൾ ഇത് മുറിച്ച് അത് സീൻ രസമായിരുന്നു. ആ. പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം വരും, കാരണം പ്ലാൻ ചെയ്ത സീൻസ് വരുന്നില്ല. നാളെ അമ്പിളിച്ചേട്ടൻ വരും, നമ്മൾ അങ്ങനെ അങ്ങ് ടെൻഷൻ അടിച്ച് അത് കണ്ട് വളർന്ന ഒരു കാലമാണ്. ഇപ്പം ഞാൻ മൂസ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ഭയങ്കര റിലാക്സ് ചെയ്ത് തീരുമ്പോൾ തീരട്ടെ എന്ന് എനിക്കപ്പോഴും നിസാർക്കയോടെ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൻ്റെ തുളസാറോടെ വർക്ക് ചെയ്യുന്നത് അത് തീർക്കണം, തീർത്തിട്ട് മറ്റേ എടുക്കാൻ പോകണം. ആ ഒരു ആകുലതയായിരുന്നു നമുക്കെപ്പോഴും. ആദ്യത്തെ പടം ബഡ്ജറ്റ് കൂടരുത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങനെ അത്രമേൽ അത്യധ്വാനം ചെയ്തപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് എനിക്കൊപ്പം കുറേ താരങ്ങൾ നിന്നു. ഇതിലടക്കമുള്ള എല്ലാ താരങ്ങളും, സാലുവേട്ടൻ അടക്കമുള്ള ടെക്നീഷ്യൻസ് എനിക്കൊപ്പം നിന്നു. പ്രകൃതി അനുകൂലമായിരുന്നു. മഴക്കാലത്താണ് ഷൂട്ട് ചെയ്തത്, ജൂൺ ഷൂട്ട് ചെയ്ത് നടക്കുക. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ആ എടുത്ത എഫർട്ടും ഇവനെ എങ്ങനെയും ഒന്ന് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഈ പടത്തിൻ്റെ വിജയത്തിൽ ഞാൻ പറഞ്ഞു വിൻഡോ ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടാവും എഫർട്ട്. പക്ഷേ ഇതിനു മുമ്പ് വിൻഡോ എടുത്ത പടങ്ങളുണ്ട് എഫർട്ടുണ്ട്. ഞാൻ അസോസിയേറ്റ് സമയത്തും അങ്ങനെയാണ്. നമ്മളെടുക്കുന്ന എഫർട്ടുകൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാതെ പോവില്ല. ഞാൻ എന്താ ചോദിച്ചത്, ഞാൻ എന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ മതി, ഇത്രയൊക്കെ മതി. അതാണ് കണക്ഷൻ കിട്ടി. ദിലീപേട്ട, ഈ ദിലീപേട്ടന്റെ ശബ്ദത്തിന് ഒട്ടും മാച്ച് അല്ലാത്തൊരു ആളാണല്ലോ ഈ പങ്കജദാസ്, ഉദിത് നാരായണൻ. ഇത് തമ്മിലൊരു മിക്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണോ ദിലീപേട്ടനാണ്? ഈ മുന്തിരി പാടം ആ സൗണ്ടും ദിലീപേട്ടന്റെ ഒറിജിനൽ സൗണ്ടും തമ്മിൽ മാച്ച് ഇല്ല. പക്ഷെ പാട്ട് ആളുടെ വോയിസിന് പാടുമ്പോ നല്ല ആദ്യം കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞല്ലേ തന്നെയാണ്. വിദ്യാർത്ഥി. അതായത് നമ്മൾ മൂസയിൽ പോകുന്നു, ആ സമയത്ത് അദ്ദേഹത്തിന്റെ റൺ ഇറങ്ങി കാതൽ പിസാസ് ഒരു കിളിഞ്ചൽ വോയിസാ അല്ലേ. ഒരു പുള്ളി ഹിന്ദിയിൽ ഒരുപാട് പാട്ട്, നമ്മുടെ ഷാറൂഖ് ഖാനൊക്കെ എത്രയോ പാട്ടുകൾ, മറ്റേ ബാപ്പാക്ക അതൊക്കെ പുള്ളിയല്ലേ, ആ പാട്ടൊക്കെ മറ്റേ കോയാമത്തെ അതിലെ അങ്ങനെ എത്രയോ പാട്ടുകൾ നമുക്കറിയാം. പക്ഷേ ഈ കാതൽ പിസാസ് തമിഴ് പുള്ളി പാടി തുടങ്ങിയപ്പോൾ ഒരു സ്വീറ്റ് ഉണ്ട് പുള്ളി അല്ലേ, ഒരു പ്രത്യേക. അപ്പോൾ നമ്മൾ ചുമ്മാ സാറിനോട് ചോദിച്ചു, ദേവിയോട് ചോദിച്ചു, സാർ അദ്ദേഹത്തെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? പാക്കലാമേ, ആ വാക്കാണ്. പിന്നെ ഇദ്ദേഹമല്ലേ ലെജൻഡ് അല്ലേ വിദ്യാസാഗർ, ഇവരെന്നോട് കൂടിയപ്പോൾ ഉണ്ടായ ഒരു മിക്സ്. അതിനുശേഷം കൊച്ചി രാജാവിനും പാടി, ഏതാ മറ്റേ മുന്തിരിപ്പാടം. പിന്നെ ദിലീപ് ആസ്ഥാന ഗായകനായി. ഈ പടത്തിൽ മനഃപൂർവ്വം ചെയ്തതാണ്. അതായത് അഫ്സൽ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ദിലീപേട്ടന്റെ ഇതുപോലെ സ്ഥിരം പാട്ടുകാരനായിരുന്നല്ലോ. അപ്പൊ അതുപോലെ ഉദിതാനാണ്. ഇവര് രണ്ടുപേരെയും അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വീണ്ടും പാടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്താണ്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു പുതിയ ആൾക്കാരെ വെച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ഓഡിയൻസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സിനിമ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ആ കേട്ട് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. അതെന്തുകൊണ്ട് തന്നെ അഫ്സലിന് ഒരു പാട്ട് പാടുന്നത്. അഫ്സൽ എനിക്ക് തോന്നുന്നു ലക്കി സിംഗറാണ്. അവസാന ചോദ്യമാണ്, കഥാവശേഷനിലൊക്കെ ഉള്ളൊരു ദിലീപേട്ടനുണ്ട്, വളരെയധികം അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്ന് ഇപ്പോഴും ഒരുപറ്റ ആളുകൾ വിചാരിക്കുന്ന ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിനെ നമ്മൾ വിചാരിക്കാത്ത ലെയേഴ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ക്യാരക്ടർ എൻഡ് ചെയ്യുമ്പോൾ ഐ ആം അഷേംഡ് ഓഫ് ബീങ് അലൈവ് എന്ന് എഴുതിയിട്ട് തൂങ്ങി വരിക്കുമ്പോൾ ആ ഡയലോഗ് അയാൾ പറഞ്ഞിട്ടാണ് അവിടെ തൂങ്ങി നിൽക്കുന്നതെന്ന് വരെ നമുക്ക് തോന്നി. അത്രയും ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദിലീപ് സിനിമയിൽ തമാശയെ വേണ്ട, എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം മമ്മൂക്ക കാതലിലൊക്കെ ചെയ്ത പോലെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് എനിക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ഫിലിം മേക്കർ ഒന്ന് പറയാണ്. അയാൾക്ക് സിനിമാ പാരമ്പര്യം ഇല്ല. ദിലീപേട്ടൻ അയാളോട് എന്ത് മറുപടിയാണ് പറയുക? ആ സബ്ജക്റ്റിന്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യാം, പ്രോത്സാഹനം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. സിനിമ ചെയ്യാൻ അറിയാവുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? സിനിമ പാരമ്പര്യം ഇല്ലാന്ന് പറഞ്ഞു. രാവിലെ ആരുടെ കയ്യിലാണ് മരുന്നിരിക്കണേന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് എല്ലാവർക്കും വെൽക്കമാണ്. ആരാണ് നല്ല സംഭവങ്ങൾ കൊണ്ടുവരുന്നത്? നമ്മള് കലാകാരന്മാരാണ്. നമുക്ക് നല്ല സംഭവം എവിടെ നിന്ന് കിട്ടുന്നു നോക്കിയിരിക്കുന്ന ആൾക്കാരല്ലേ. അങ്ങനെ വന്നാൽ നമുക്ക് നോക്കാം. സ്പെഷ്യൽ മെൻഷൻസ് ടു ദ കോസ്റ്റ്യൂംസ്, അതും ഭയങ്കര സിങ്കായിട്ട് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അതും എടുത്ത് പറയേണ്ട ഒരു ഘടകമാണ്. എൻ്റെ അത് പേഴ്സണൽ കോസ്റ്റ്യൂമർ അല്ലേ ചെയ്തിട്ട്? അതെ, വെങ്കിട്ട് സുനിലാണ് ചെയ്തത്. അത് ഇവരൊക്കെ കൂടി ചർച്ച ചെയ്ത്, അവന് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ചെറുപ്പക്കാലം തുടങ്ങി അവൻ എന്നെ കാണാൻ, എൻ്റെ വീടിൻ്റെ അടുത്താണ് അവൻ.
അവൻ പിന്നീട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അവൻ കറങ്ങി അവൻ എന്നെ കാണാൻ വേണ്ടി വീടിന് മുമ്പിൽ വെച്ചിട്ട് ബെല്ലടിക്കും, ദിലീപേട്ടോ ദിലീപേട്ടോ ക്ലിങ് ക്ലിങ്. ഞാൻ വിചാരിച്ചിട്ടില്ല. അവൻ പിന്നീട് അവൻ ബാംഗ്ലൂരിൽ പോയി ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് കറങ്ങി വന്ന് അങ്ങനെ ഇപ്പൊ നമ്മുടെ കൂടെയാണ്. അപ്പൊ എന്താണ് ഏതും തരത്തിലെ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ പിന്നെ അത് ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും അവൻ കറക്റ്റായിട്ട് എല്ലാവരും അതിനെ എടുത്തു പറഞ്ഞു. വലിയ സന്തോഷം. ഒരു സാധാരണ ആലുവക്കാരൻ, മലയാള സിനിമയുടെ തന്നെ അയൽപ്പക്കക്കാരനായ ഒരു ചരിത്രമുണ്ട് ദിലീപ് എന്ന നടന്. അത് ഇനിയും തുടരട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു താങ്ക് യു സോ മച്ച്.